ഉള്ളി വഴറ്റി കഷ്ടപ്പെടേണ്ട, എണ്ണ ഒഴിക്കേണ്ട, നമുക്കൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ. ബീഫ് ഫ്രൈ എന്നോ ബീഫ് റോസ്റ്റ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ബീഫ്, ഞാൻ കുറച്ച് അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിനോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഗരം മസാല, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും മാത്രം ചേർത്തിട്ട് നന്നായിട്ട് ഞെവിടുക കേട്ടോ. ഇത്തിരി വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഞെവിടാന്ന് വെച്ചാൽ ഉള്ളിയിലെ നീരൊക്കെ ഇറങ്ങി വരുന്നതാണ് വരെ ഞെവട്ടണം. എന്നിട്ട് കുറച്ച് ഒരു 5-6 വിസിലടിക്കുക കേട്ടോ. ഓരോ കുക്കറിന് കണക്കായിട്ട് വിസിലടിക്കുക. അപ്പോൾ വേവാൻ വെക്കുമ്പോൾ ഒട്ടും വെള്ളം വെക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ വെള്ളം അല്ലാണ്ട് ഇറങ്ങി വന്നിട്ട് നല്ലതായിട്ട് വെള്ളമാവും. പിന്നെ അത് വറ്റിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ വേവിച്ച് വന്നപ്പോൾ ആകപ്പാട് ഇത്ര മാത്രമേ ഇതിനകത്ത് വെള്ളമായിട്ട് ഗ്രേവി ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് ഞാൻ കുറച്ച് നേരം വെച്ചിട്ട് ചെറിയ തീ വെച്ചിട്ട് അത് വറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. ഇത് ഇളക്കിയെടുക്കാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് വേണമെങ്കിൽ മാറ്റാൻ, നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിലോട്ട് വേണമെങ്കിൽ മാറ്റാം കേട്ടോ. ഞാൻ കുക്കറിൽ തന്നെയാണ്, വേറൊരു പാത്രം കഴിയാനുള്ള മടിയുണ്ട്, ഞാൻ അതിൽ തന്നെ വെച്ചിട്ട് റോസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റോസ്റ്റായി വരുന്നതനുസരിച്ച് വേണമെങ്കിൽ 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി കൂട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ബീഫ് റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി കൂടുതൽ നിന്നാലേ അതിനൊരു ഗുമ്മുള്ളൂ. അപ്പോൾ തേങ്ങാ കഷ്ണമൊക്കെ വേണമെങ്കിൽ അരിഞ്ഞൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിതൊന്നും ചേർത്തിട്ടില്ല, ഞാൻ മറന്നു പോയതാണ്. അല്ലെങ്കിൽ എല്ലാ ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റിനൊക്കെ ഞാൻ തേങ്ങാക്കൊത്ത് മറക്കാതിടുന്നതാണ്. ഞാൻ കുറച്ച് മല്ലിയിലയും ഗരം മസാലയും ഒക്കെ ലാസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് പൊടിക്കൈകളൊക്കെ ചേർക്കാം. ഭയങ്കര സിമ്പിളാണ്, ആകെ ഇളക്കുന്ന ഒരു സമയം മാത്രമേ നമുക്ക് പോകുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടും നല്ല ടേസ്റ്റിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.